ഫ്രണ്ട്സ് എത്ര പേരുണ്ടെന്ന് നോക്കി. അമ്മയും മക്കളും ഒക്കെ കൂടെ ചേർന്നിട്ട് വന്നിരിക്കുകയാണ്. എന്തിനാണെന്നറിയാവോ? അത് ദേ ഇവിടെ കുറച്ച് മീൻ വെട്ടി അതിൻ്റെ തലയൊക്കെ മീൻ വെട്ടി ഇവിടെ വെച്ചു. പിന്നെ തലയൊക്കെ ദേ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് പൊടിഞ്ഞ മീനുകളും ഒക്കെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുങ്ങൾ മണം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരും. എന്നിട്ട് ഇങ്ങനെ വന്നൊരു എന്താ പറയണ്ട, ജാഥ പോലെയോ കൂട്ടം പോലെ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെയൊക്കെ ഓരോരോ വെപ്രാളം ഒരു വശം കണ്ട. ഇനിയിപ്പോൾ നോക്കണം കേട്ടോ. ഇത് ഞാൻ എടുക്കുമ്പോഴത്തേക്കും ഉള്ളൊരു ഓട്ടപ്പശു നോക്കണേ. വേണ്ട ആ എല്ലാം ഒന്ന് ഞാനിപ്പോൾ അതവിടെ കളയുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടിരിക്കുക. ഓരോന്നിനും ഓടിക്കുകയും ഒക്കെ ചെയ്യുക. നോക്കി എത്ര പേരുണ്ടെന്ന് നോക്കി. ഒരെണ്ണം മാത്രമാണ് അമ്മ. അതെ ആ കുനിഞ്ഞിരിക്കുന്നില്ലേ, അവൾ അമ്മയാണ്. ഇപ്പുറത്തിരിക്കുന്ന ഇത് മോനാ. അതിന് ശേഷം വന്ന കുട്ടികളാണ് ഇതൊക്കെ. രണ്ടാമത്തെ ഡെലിവറിയിലുള്ളതാണ് ഈ ഇരിക്കുന്നതൊക്കെ. അങ്ങ് അറ്റത്ത് ഒരുത്തൻ ഇരിക്കുന്നുണ്ട്. അവൻ സൈലൻ്റ് ആയിട്ടിരിക്കാൻ കാരണം അവൻ അപ്പുറത്തെ വീട്ടിലെ പൂച്ചയാണ്. അപ്പം ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ അവനെ വഴക്ക് പറയും. എന്താ നിനക്ക് അവിടെയൊന്നും കിട്ടിയില്ല എന്നൊക്കെ ചോദിച്ചിട്ട് ചുമ്മാ ചീത്ത പറയും. അപ്പം ഇവന് എന്നെ ഭയങ്കര പേടിയാണ്. അപ്പം ഇങ്ങനെ ഇത് സൈലൻ്റായിട്ടൊരു മൂലയ്ക്ക് ഇരിക്കുവാണ്. ഇനി ഇതങ്ങോട്ടേക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാത്തിൻ്റെ ഒരു വരവുണ്ട്. എന്തായാലും ഞാനിപ്പോൾ ഇതിപ്പോൾ മീനുള്ള ചട്ടിയായിരുന്നു, വെട്ടി വെച്ച മീനായിരുന്നു. ഞാൻ വേസ്റ്റ് എടുത്ത് വേസ്റ്റ് കളയാൻ പോകാമെന്ന് മനസ്സിലായേ. ഓട്ടം നോക്കി നമ്മളെ നടക്കാൻ വിടില്ല. കാലിൻ്റെ സൈഡിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇത് എന്നെ നടക്കാൻ സമ്മതിക്കില്ല. അതെ ഇങ്ങനെ നിൽക്കുക. എൻ്റെ ഫ്രണ്ടിലെല്ലാം കൂടെ കൂട്ടം കൂടി നിൽക്കാണ്ട. അവിടേക്ക് ഇട്ട് എല്ലാത്തിൻ്റെ ഒരു വെപ്രാളം പരവേശം ഒക്കെ ഉണ്ടോ. അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുകയാണ്. അതാണ് അമ്മ. അവളെപ്പോഴും ഏറ്റവും ലാസ്റ്റേ കഴിക്കും. മക്കളെല്ലാവരും ഇങ്ങനെ കഴിക്കും. ഇവളിങ്ങനെ മാറിയിരിക്കും. ഇതൊക്കെ കഴിയുമ്പോഴേക്കും അവരെല്ലാം പോയി കഴിയുമ്പം ഇവൾ കഴിക്കാൻ ചെല്ലും. അപ്പോൾ ചിലപ്പോൾ ഒന്നും ഉണ്ടാകുകയില്ല. അപ്പോൾ ഓക്കെ.